ജമ്മു ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ജമ്മുവിലെ ഫലങ്ങൾ മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ജമ്മു മേഖലയിൽ BJP ഒരു ആധിപത്യം തന്നെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു നേട്ടമായിട്ട് തന്നെയല്ലേ കരുതേണ്ടത്? ഇപ്പം ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും BJP അവിടെ ഒരു നേട്ടം കൊയ്യുന്നതായിട്ട് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നു ലോക്സഭാ ഇലക്ഷനിൽ അവർക്കത് മത്സരിക്കാൻ പോലുള്ള ഒരു ആത്മവിശ്വാസം വന്നിരുന്നില്ല. അത് വന്നു എന്ന് വേണം കരുതാൻ. പിന്നെ ജമ്മുവിലെ ഡെമോഗ്രാഫി അങ്ങനെയാണ്. ജമ്മു താഴ്വരയിലാണല്ലോ, മീൻസ് വാലിയിലല്ല, ജമ്മുവിലാണല്ലോ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ളത്. 3 മേഖലയാണല്ലോ കാശ്മീർ. മീൻസ് കാശ്മീർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മുസ്ലിം ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലമാണ്. ജമ്മുവിൽ ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതലുള്ളത്. ലഡാക്കിൽ ബുദ്ധാസ് ആണ്. കാശ്മീർ അങ്ങനെയാണ്, 3 മേഖലയാണ്. അപ്പോൾ ജമ്മുവിൽ തീർച്ചയായിട്ടും BJPക്ക് പുതിയ പരിഷ്കാരങ്ങളുടെ അവരുടെ ഭരണഘടനയിൽ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാവശ്യം, ഒരു ഡിമാൻഡാണല്ലോ ഈ ആർട്ടിക്കിൾ 370 ഭരണഘടന 370-ാം വകുപ്പ് എടുത്തു മാറ്റി കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയും എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നയമാണല്ലോ BJPയുടെ. അപ്പോൾ അതിനുശേഷം അങ്ങനെ നടപടി വന്നതിന് ശേഷം നടക്കുന്ന ഇലക്ഷനിൽ BJP സ്വാഭാവികമായിട്ടുണ്ടാക്കണം, ഒരു മെച്ചം ഉണ്ടാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഗെയിൻ ഇല്ലല്ലോ. ഇതിനേക്കാൾ മെച്ചം ഉണ്ടാക്കേണ്ടിയിരുന്നോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ മേഖലയിൽ, കാശ്മീർ മേഖലയിൽ അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. ലഡാക്കിലാണെങ്കിൽ ഇലക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, ലഡാക്കിൽ വലിയ തോതിൽ ഇപ്പോഴും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ് ലഡാക്കിൽ. അപ്പോൾ കാശ്മീരും ലഡാക്കും ഇപ്പോഴും ഈ BJPയുടെ ഈ വികസന നയം, കാശ്മീർ നടപ്പാക്കിയ വികസന നയങ്ങൾ, പരിപാടികൾ ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാശ്മീർ ഭാഗത്ത് വലിയ തോതിലല്ലേ ഇപ്പോൾ ഇന്ത്യ മുന്നണി വന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു ഹിന്ദു ബെൽറ്റിനെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട കാര്യം അതാണ്. ജമ്മുവിൽ ഒരു വിജയം നേടി എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രതീക്ഷിച്ചതോളം എത്തിയില്ല എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്കിന് പുറത്തേക്ക് മുസ്ലിം വോട്ട് ബാങ്കിലേക്ക്, അത് അവർ കൂടിയാണല്ലോ അതിൻ്റെ ബെനിഫിഷ്യറീസ്. അവർക്ക് സാധാരണ ജീവിതം തിരിച്ചു കിട്ടി, അവർക്ക് തീവ്രവാദം കുറഞ്ഞു കിട്ടി, അവർക്ക് ടൂറിസ്റ്റുകൾ വന്ന് കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറേണ്ടത് അവരാണല്ലോ. മാത്രമല്ല ഈ കാശ്മീരിൽ നിന്ന് അവർ തന്നുകൊണ്ടിരുന്ന ഫീഡ്ബാക്കും അത്ര മോശമായിരുന്നില്ല. ഈ പരിഷ്കാരങ്ങളൊക്കെ നന്നായി, മോദി ആ പരിഷ്കാരം വരുത്തിയത് നന്നായി എന്നാണ് വലിയ തോതിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൂറിസം സാധാരണ നിലയിലായി, തീർത്ഥാടകർ സാധാരണ നിലയിലായി, ആളുകൾ ധാരാളമായിട്ട് വന്നു തുടങ്ങി എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വോട്ടായിട്ട് മാറി. അല്ല, ഇലക്ഷൻ പ്രചാരണ സമയത്ത് നാഷണൽ കോൺഫറൻസ് 370 റദ്ദാക്കിയ നടപടി പിൻവലിക്കും എന്ന ഒരു പ്രചരണ തന്ത്രം പയറ്റിയിരുന്നു. അപ്പം ആ ഒരു പ്രചരണത്തിന് ഇതിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 370 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനേക്കാളും കാശ്മീരികൾ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രാറ്റജിക്കലി ചെയ്യാവുന്നൊരു കാര്യമാണത്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു, അത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുമെന്ന് BJP എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഇപ്പോഴത്തെ ഒരു ഭരണപരിഷ്കാരം തീവ്രവാദത്തെ അടിച്ചമർത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് നേരിട്ട് കുറച്ചു കാലത്തേക്കെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ അവിടെ ഇടപെടാനൊക്കെയുള്ള ഒരു അവസരമാണല്ലോ. പ്ലസ് വേറൊരു കാര്യം കൂടിയുണ്ട്, കാശ്മീരിൻ്റെ മണ്ണിൽ 370 എടുത്തു കളയുമ്പോൾ കാശ്മീരിൽ ഭൂമി വാങ്ങാനൊക്കെയുള്ള അവകാശം എല്ലാവർക്കും കിട്ടുകയാണ്. അത് നമ്മുടെ കോർപ്പറേറ്റ്സിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടി താല്പര്യമുള്ള വലിയ മുതലാളിമാരുടെയും കൂടിയൊക്കെ താല്പര്യത്തിനാണ് എന്നൊരു ആരോപണം അന്നേ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ 370 എടുത്തു കളഞ്ഞാലും എന്തിനാണ് സ്റ്റേറ്റ് ഹുഡ് എടുത്തു കളയുന്നത്? സ്റ്റേറ്റ് ഹുഡ് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ ഒരു കൊച്ചു പ്രദേശമല്ലല്ലോ കാശ്മീർ, സുപ്രധാനമായൊരു സംസ്ഥാനമല്ലേ. അപ്പോൾ ആ ഒരു ഭയപ്പാട് നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സംസ്ഥാന ഒരു സ്റ്റേറ്റ് ഭരിക്കാനുള്ള ഒരു സർക്കാരിന് പൂർണ്ണ അവകാശം കൊടുക്കുമ്പോൾ ഈ അവസ്ഥ വരുമെന്ന് കേന്ദ്രം നേരിട്ട് കണ്ടിട്ടുണ്ടാവണം. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒക്കെ തന്നെയാണ് വരിക. അവർ തീവ്രവാദികളുമായിട്ട് ഒത്തുകളിക്കുമെന്ന് ആരോപണം BJP ഉന്നയിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആയിരിക്കണം അതിൻ്റെ കാരണം. പിന്നെ മറ്റൊന്ന്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഇന്ത്യ മുന്നണി ഒരു ഉയർച്ച നേടിയിരുന്നു എന്തായാലും. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇതിനെ കാണാൻ പറ്റും. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടുന്ന ഈ വിജയത്തിന് അതുമായി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കാശ്മീർ ഈ ഡൽഹി പൊളിറ്റിക്സ് വളരെ വളരെ പെട്ടെന്ന്, വളരെ ആഴത്തിൽ, വളരെ ഫാസ്റ്റായിട്ട് സ്പന്ദനങ്ങൾ ഉണ്ടാക്കും കാശ്മീരിൽ. അതിൻ്റെ സ്വഭാവം അതാണ്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത്
കോൺഗ്രസ്സിന് ഒരു ക്ഷീണം വരുത്തുമായിരുന്ന ഒരു ഘടകം ഇയാളുടെ പാർട്ടിയാണ്. അത് വലിയ വേരോട്ടം ഉണ്ടായതുമില്ല. നമ്മുടെ ആസാദിൻ്റെ പാർട്ടി, ഗുലാം നബി ആസാദ് പുതിയ പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന് പോയല്ലോ. അദ്ദേഹം വലിയ മാറ്റം ഉണ്ടാക്കിയില്ല. അതുപോലെ കടുത്ത തീവ്രവാദികൾ ലോക്സഭാ ഇലക്ഷനിൽ ജയിലിൽ കിടന്നൊക്കെ ജയിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ഫാക്ടറൊന്നും വല്ലാതെ ബാധിച്ചില്ല എന്ന് തോന്നുന്നു. നേരിട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, കേന്ദ്രം ഭരിക്കാൻ ഇടയുള്ള പാർട്ടികൾ, അപ്പോൾ ഒരു ലീനേജാണത്. നാഷണൽ കോൺഫറൻസ് കാശ്മീർ ഭരിക്കുക, കോൺഗ്രസ് കേന്ദ്രം കൂടി ഭരിക്കാവുന്നൊരവസ്ഥയിലേക്ക് ആണ് കാശ്മീരി ജനത ആഗ്രഹിക്കുന്നത് എന്ന് വേണം കരുതാൻ. നമ്മൾ ധരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ റിസൾട്ടാണ് കാണുന്നത്. പൊതുവേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ കേന്ദ്ര ഭരണത്തോടുള്ള ഒരു അപ്രോച്ച് കൂടെ ഇതിൽ പ്രതിഫലിക്കും എന്ന് പറയാറുണ്ടെങ്കിലും ഹരിയാനയിലെ ഫലവും കാശ്മീരിലെ ഫലവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കാരണം ഹരിയാനയിൽ ഭരണ തുടർച്ച തന്നെയാണ്. ഹരിയാനയിൽ ഭരണ തുടർച്ച കിട്ടി. പിന്നെ ഹരിയാനയിലെ പ്രബലമായ പാർട്ടി അത് തീർച്ചയായിട്ടും ഇവർ രണ്ടുമല്ലല്ലോ, കോൺഗ്രസും അല്ല BJPയും അല്ല, പ്രാദേശിക പാർട്ടിയാണ് JJP. അവർ തളർന്നു പോയല്ലോ. അവർ ക്ഷീണിച്ചു പോയതിൻ്റെ ഗുണം BJPക്ക് കിട്ടി. അത് വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണം നടത്താവുന്നൊരു സ്ഥലമാണ് ഹരിയാന. ദൂരെയല്ലല്ലോ, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ്. അപ്പോൾ എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടവും ഒരു പരിചരണവും ഇടപെടലും ഒക്കെ ഹരിയാനയിൽ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ ഹരിയാനയിൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായി കാണുന്നൊരു കാര്യം, ഈ കർഷക നിയമങ്ങളുണ്ടല്ലോ, കാർഷിക നിയമങ്ങൾ, അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ. ആ സമരം വിജയിപ്പിച്ചെടുത്തത് ഹരിയാനയും പഞ്ചാബും കൂടി ചേർന്നാണ്. പക്ഷേ അതിനുശേഷവും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷവും ഹരിയാന കേന്ദ്രീകരിച്ചാണ് ഈ വലിയ സമരങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ ആ സമരത്തിന് പോലും ഒന്നും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ വികാരം ഉണ്ടാക്കാൻ ഹരിയാനയിൽ സാധിച്ചില്ല എന്നുകൂടി വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഇനി തുടർന്നും ഇനി പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും ഈ റിസൾട്ടുകൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ എന്തെങ്കിലും രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ BJPക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും? BJPക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണല്ലോ. നരേന്ദ്രമോദി തന്നെ അമിതമായ ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിച്ച അത്രയും ജനങ്ങളോട് ക്ലെയിം ചെയ്ത സീറ്റുകൾ 400 അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ. ആ ക്ഷീണം നിലനിൽക്കുന്നുണ്ട്. അത് ആരും പ്രതീക്ഷിച്ചല്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ മുന്നണി പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞ തവണ 400-നോട് അടുത്ത് സീറ്റുകൾ 400 എന്ന് അവകാശപ്പെടുന്നത് ഈ ഭരണഘടനാ ഭേദഗതി പോലും സാധ്യമായ 3/2 ഭൂരിപക്ഷം. അത് 362 മറ്റോ ആണ് 540. ആ നമ്പർ കടക്കാനാണ് മോദി ശ്രമിച്ചിരുന്നത്. അത് വലിയ തിരിച്ചടിയായി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചൊരു ഭരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 3/2 ഭൂരിപക്ഷമൊന്നും വേണ്ട, ഇനിയൊരു ടേം ഭരിച്ചോളണമെന്നുമില്ല, എന്നാലും പ്രഖ്യാപിത നയങ്ങളുമായി വിട്ടുവീഴ്ചയില്ലാതെ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ പ്രതിഫലിക്കുമെന്ന് പറയാൻ വയ്യ. ഒരു കാര്യം കൂടി ഉണ്ടായത്, രാഹുൽ ഗാന്ധിക്ക് ഈ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് കുറച്ചുകൂടി സ്വീകാര്യത വന്നിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ പ്രതിപക്ഷ നേതാവായി കൂടി വന്നു, ചോദ്യം ചെയ്യപ്പെടും. പണ്ട് കോൺഗ്രസിനകത്തായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് താപ്പാനകൾക്കിടയിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഐകകണ്ഠ്യേന പ്രതിപക്ഷ നേതാവാക്കി തീരുമാനിച്ചു. അദ്ദേഹത്തെ സമ്പൂർണ്ണമായി പിന്തുണക്കുന്ന മട്ടിൽ AICC വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും വരുമായിരിക്കും. പക്ഷേ അതുകൂടി ഉണ്ട് ലോക്സഭാ ഇലക്ഷന് ശേഷം. അതും കാശ്മീരിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നല്ലോ. ഹരിയാനയിൽ വന്നിട്ടില്ല. ഹരിയാനയിൽ വരാത്തതിൻ്റെ പല ഘടകങ്ങളുണ്ടാവും. അത് ഒന്ന്, ഈ BJP വിരുദ്ധമായി രൂക്ഷമായ കർഷക സമരങ്ങൾ, അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയിരിക്കാം. JJP സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ പ്രാദേശിക കക്ഷികളാണല്ലോ. ചൗത്താല BJP എന്ന് പറയാൻ, മീൻസ് ഹരിയാന എന്ന് പറഞ്ഞാൽ ചൗത്താല ആയിരുന്നല്ലോ. കർഷക സമരം BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെന്ന് വേണം ഹരിയാന റിസൾട്ട് കണ്ടാൽ നമ്മൾ പറയേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് മറിച്ചാണ്. പക്ഷേ ആദ്യത്തെ കർഷക സമരത്തിൻ്റെ വിജയത്തിന് ശേഷം രണ്ടാം കർഷക സമരം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നും ജനങ്ങളെ ഒരിക്കലും തീരാത്ത സമരത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നൊരു തോന്നൽ അന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു കാര്യം. തീർച്ചയായിട്ടും ഇത് രണ്ടാണ്. കാശ്മീർ റിസൾട്ടിൻ്റെ ഫലമല്ല ഹരിയാന റിസൾട്ടിൻ്റെ ഫലം.
ഇതുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കൺഫ്യൂഷൻ നിലനിൽക്കും. ഒരു മുൻവിധിയോടെ ഇനി ഒരു തെരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ സമീപിക്കാൻ സമീപിക്കില്ല പറ്റില്ല. എന്നുള്ളത് ജനങ്ങളാണ് പരമാധികാരി എന്നൊരു പാഠം വീണ്ടും നമ്മൾ ഓർമ്മിക്കുന്നു. അതാണ് ഇതിന്റെ അർത്ഥം.